ഈ ഗെയിം അഡിക്ഷൻ ഉണ്ടാകുന്ന വേറൊരു വലിയൊരു പ്രശ്നം അതൊരു മോർ ഓഫ് വയലൻസിലേക്ക് അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകൾ ഏതൊന്നിൻ്റെയും അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത ദേ വിൽ ലൂസ് ദിയർ സെൻസ്. കേരള പോലീസ് ഇത് കോവിഡ് പീരീഡിൽ തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഇമോഷണൽ ഇംബാലൻസിലേക്കും ബിഹേവിയർ ഡിസോർഡറിലേക്കും മാത്രമല്ല ചിലപ്പോൾ വീട്ടിനകത്ത് തന്നെ തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്ന ഒരു 4 കൊല ഒക്കെ തന്നെ കാണിക്കുന്നത്. പിന്നെ അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു പറയുന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെയും ഇതിൻ്റെ ഒരുപാട് ടെൻഡൻസി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കണ്ടുവരുന്നു. നമ്മളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുണ്ടായ വലിയ ഒരു തെറ്റ് കുട്ടികളെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുക. കുട്ടികളെക്ക് മൊബൈൽ ഫോണുകൾ കൊടുക്കുന്ന സമയത്ത് അതിനൊരു സമയം നിശ്ചയിക്കുകയും ഈ ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു മേഖലയും ഇന്നില്ല എന്നുള്ളതാണ്. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം സാധ്യമാകുമെന്നറിയില്ല. അങ്ങനെ വളരെ പോസിറ്റീവായ ഒത്തിരി സാധ്യതകളുള്ളതാണ് ഇൻ്റർനെറ്റ്. അതെല്ലാ മേഖലയിലും അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം കാണുന്ന എല്ലാ ഡിജിറ്റൽ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പക്ഷേ അത് നമ്മൾ എന്തിനുപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. അത് നമ്മളെ പഠനത്തെ മെച്ചപ്പെടുത്താനും കൂടുതൽ അറിവുകൾ നേടാനും ചില ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യാനും അങ്ങനെയുള്ള പല വിദ്യാഭ്യാസത്തിൽ അപാരമായിരിക്കുന്ന സാധ്യതകളുള്ളതാണ് ഈ ഇൻ്റർനെറ്റും അനുബന്ധമായിരിക്കുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പം പല ആളുകളും പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്നത് ഒരുപാട് ആളുകൾ അത് അവരുടെ സമയം ചുമ്മാ കളയാനും അല്ലെങ്കിൽ മറ്റ് വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാണുന്നു. ഇവിടെ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നേരത്തെ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ക്ലിയറായിട്ട് ഒരേ ഒരു ലോകമേ ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഫിസിക്കൽ വേൾഡേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്രമേണ നമ്മളിപ്പോൾ രണ്ടാമത്തെ ഒരു ലോകം വിർച്വൽ വേൾഡ് അതിശക്തമായി കൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആക്റ്റീവായ അവേഴ്സിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ മെൻ്റൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വിർച്വൽ വേൾഡിലാണ്, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം. ഇത് മനസ്സിലാക്കിയിട്ട് സമൂഹത്തിലുള്ള ക്രിമിനൽസ് എല്ലാം തന്നെ അതില്ലാത്തേക്ക് ചേക്കേറുന്നുണ്ട്. അവർ അത് പിന്നെ ഫിസിക്കൽ തരത്തിലുള്ള സെക്ഷൽ അബ്യൂസിനായാലും ഫിനാൻഷ്യൽ ഫ്രോഡ്ലെസ്നായാലും മറ്റേതെല്ലാം തരത്തിലുള്ള ക്രൈമിനാണ് എല്ലാത്തിനും തന്നെ വിർച്വൽ വേൾഡ് ഉപയോഗിക്കുന്നത്. അതിനെ തക്കം പാക്കി നിൽക്കുന്നതിലാണ് അവർ നോക്കിയിരിക്കുന്നത്. ആരെയാണ് ഏറ്റവും പെട്ടെന്ന് അത് വൾണറബിളാക്കാൻ പറ്റുന്നത്. അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകൾ ഏതൊന്നിൻ്റെയും അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത ദേ വിൽ ലൂസ് ദിയർ സെൻസ്. ഡിസ്ക്രിമിനേറ്ററി പവർ ഓൾസോ വിൽ ബി ലോസ്റ്റ്. അത്തരം ആളുകളാണ് ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത. അതിൻ്റെ അതൊരു ബിഹേവിയർ ഡിസോർഡറായിട്ട് മാറും പിന്നീട്. അതായത് ഒരു ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡറായി മാറുകയും പിന്നെ അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു പറയുന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെയും ഇതിൻ്റെ ഒരുപാട് ടെൻഡൻസി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കണ്ടുവരുന്നു. കേരള പോലീസ് ഇത് കോവിഡ് പീരീഡിൽ തന്നെ മനസ്സിലാക്കിയിട്ടാണ് DDAD എന്ന് പറയുന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സെൻറ്റർ തന്നെ നമ്മൾ തുടങ്ങി. 6 സ്ഥലങ്ങളിലായിട്ട് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ, കണ്ണൂർ 6 സ്ഥലങ്ങളിലായിട്ട് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ വരുന്ന കേസുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കതും തന്നെ ഈ പറയുന്ന പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങി. പക്ഷെ പിന്നെ പഠനം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ചും ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ. ഈ ഗെയിം അഡിക്ഷൻ ഉണ്ടാകുന്ന വേറൊരു വലിയൊരു പ്രശ്നം അതൊരു മോർ ഓഫ് വയലൻസിലേക്ക് എത്തും. കഴിഞ്ഞ ദിവസം എൻ്റെ ചില അധ്യാപകരും കുറച്ച് കുട്ടികളെ വട്ടത്തിലിരുത്തി ഏതെങ്കിലും ഒരു ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റോറിയുടെ ഒരു 1 ലൈൻ ഇട്ട് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. പക്ഷെ എല്ലാം മിക്കതും എൻഡപ്പ് ചെയ്യുന്ന ഒരു 2-3 ആളിലേക്ക് കഴിയുമ്പോൾ വെടിവെച്ച് കൊല്ലുന്ന ഒരവസ്ഥയിലേക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ കുട്ടിയായിട്ട് ചെറിയ കുട്ടിയാണ് എന്നോട് സംസാരിച്ചപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് വെടിവെപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതൊരു വയലൻസ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സീരിയസ് ഡിസോർഡറായിട്ട് മെൻ്റലി കയറിക്കൊടുന്നു. അപ്പോൾ ഇവിടെ ഒരു കൺട്രോൾഡ് ആയിരിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ചിട്ട് സൊസൈറ്റിയിൽ വലിയ രീതിയിലുള്ള ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു ഡബിൾ എഡ്ജ്ഡ് വെപ്പണാണ് ഈ ഇൻ്റർനെറ്റ് എന്നുള്ളതും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ. ഇപ്പം കൊച്ചിയിൽ 2 പിള്ളേരും അമേരിക്കയിലുള്ള ആളുകൾക്ക് ഇൻ്റർനെറ്റ് പഠിപ്പിക്കുന്നു. വേറെ ഗീതാഞ്ജലി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇന്ത്യക്കാരിയായിരിക്കുന്ന ഒരു പെൺകുട്ടി ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് ടെക്നോളജിയുടെയും ഇൻ്റർനെറ്റിനെയും കൂടി സാധ്യതകൾ ഉപയോഗിച്ചിട്ട് കണ്ടാമിനേറ്റഡ് വാട്ടർ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കുന്നു.
അതേപോലെ ചില കുട്ടികളൊക്കെ തന്നെ ഗ്രാറ്റ പോലെയുള്ള കുട്ടികളൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് ഗ്ലോബലി ഉള്ള യങ്സ്റ്റേഴ്സിനെ മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹൈലി പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെപ്പൺ ഹൈലി നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്കാണ്. ഈ നെഗറ്റീവായി ഉപയോഗിക്കുന്നത് ഒന്ന് അവരുടെ ഇമോഷണൽ ഇംബാലൻസിലേക്കും ബിഹേവിയർ ഡിസോർഡറിലേക്കും മാത്രമല്ല, ചിലപ്പോൾ വീട്ടിനകത്ത് തന്നെ തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്ന ഒരു 4 കൊല ഒക്കെ തന്നെ കാണിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം വിധി പ്രഖ്യാപിച്ച 4 കൊല നടത്തിയിരിക്കുന്നതൊക്കെ ഇതിൻ്റെ അഡിക്ഷനിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഇൻ്റർനെറ്റ് ആയിരുന്നാലും ശരി, എന്തൊന്നും അഡിക്റ്റീവായി പോകുമ്പോഴേക്കും അതെന്തായി മാറും, നമ്മളെ സെൻസ് നഷ്ടപ്പെടുത്തും, നമ്മളെ ഡിസ്ക്രിമിനേറ്ററി പവർ നഷ്ടപ്പെടുത്തും. ആ ഡിസ്ക്രിമിനേറ്ററി പവർ നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നമ്മളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുണ്ടായ വലിയ ഒരു തെറ്റ്, കുട്ടികളെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുക, കുട്ടികൾ കരയുമ്പം ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ആ ശ്രദ്ധ തിരിച്ചുവിടാൻ മൊബൈൽ ഫോൺ കൊടുക്കുക. അങ്ങനെ ഏർലി ഏജിലൊരു ബിഹേവിയറിൻ്റെ ഭാഗമാക്കിക്കൊണ്ടിരിക്കുന്ന പാരൻസ് അവർ തൽക്കാലത്തേക്കുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നതെങ്കിലും അത് പിന്നീട് കുട്ടികൾ എന്ത് ചെയ്യുക, അതിനകത്ത് സെർച്ച് ചെയ്ത് അൺനോയിങ്ലി സെർച്ച് ചെയ്ത് എത്തുന്നെല്ലാം പലപ്പോഴും തന്നെ ഏറ്റവും മോശമായിരിക്കുന്ന കണ്ടൻറ്റിലേക്കായിരിക്കും. ഇപ്പോൾ ഒന്ന് ഈ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ ഡിസോർഡറിന് വിധേയമാകാതിരിക്കാൻ നല്ലൊരു ശ്രദ്ധ മൊബൈൽ ഫോൺ കൊടുത്തുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കി മാറ്റുന്ന ഒരു ചിന്ത മാറ്റിയെടുക്കേണ്ടതുണ്ട്. 2, കുട്ടികളെക്ക് മൊബൈൽ ഫോണുകൾ കൊടുക്കുന്ന സമയത്ത് അതിനൊരു സമയം നിശ്ചയിക്കുകയും അതിനുള്ള ഒരു കണ്ടൻറ്റ് ഒരു സമയം നിശ്ചയിക്കുകയും അതോടൊപ്പം അത് കഴിഞ്ഞാൽ അത് തിരിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിനുണ്ടാകും. 3, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സേഫ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അതിനെക്കുറിച്ച് ചെറിയ ഏജിൽ തന്നെ നല്ലൊരു അവയർനെസ്, സേഫ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ ലോകത്തേക്ക് കൊണ്ടുപോകലായിരിക്കും, പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. പക്ഷേ എൻ്റെ സേഫ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഇൻ്റർനെറ്റിനെ കുറിച്ചിട്ട് വളരെ ഗൗരവമായിരിക്കുന്ന രീതിയിലുള്ള വളരെ മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഇഫക്റ്റീവായിരിക്കുന്ന ക്ലാസ്സുകളും പഠനങ്ങളും അവയർനെസ്സുകളും നടത്തുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ പല തലത്തിലുള്ള ഒരു ശ്രമങ്ങൾ കൊണ്ട് മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ പറ്റൂ. അതോടൊപ്പം തന്നെയാണ് ഈ അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനം അനിവാര്യമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിപ്പം ഇവിടെ പരിശീലനം കിട്ടിയിരിക്കുന്ന സൈക്കോളജിസ്റ്റുകളായാലും സൈക്കാട്രിസ്റ്റുകളായാലും അവരുടെ സിലബസിലോ പഠിക്കുന്ന സമയത്തൊന്നും ഇതൊരു വലിയ ഇഷ്യൂ ആയിരുന്നില്ല. ഇന്ന് നമ്മളിപ്പോൾ ഈ സൈക്കോളജിസ്റ്റുകൾക്കുള്ള ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്യുന്നത് സൈക്കാട്രീൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആധുനികമായിരിക്കുന്ന രീതിയിലുള്ള ടെക്നോളജി കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ബിഹേവിയർ ആൻഡ് ഇമോഷണൽ ഡിസോർഡറിനെ കുറിച്ചിട്ട് കൂടി ശാസ്ത്രീയമായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്കിത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഗൗരവമായൊരു വിഷയം വീടിൻ്റെ അകത്തും സ്കൂളിലും സമൂഹത്തിലും ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് ശരിയായ രീതിയിൽ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ.